CPI ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. തൃശൂരിലെ തോൽവി പാർട്ടിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെയും സഹകരണ മേഖലകളിലെയും അഴിമതികൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. LDF പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായെന്നും വിമർശനം. സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, വലിയ രീതിയിലുള്ള വിമർശനം CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്? സംഗീത, ഇന്ന് ആരംഭിച്ച സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലാണ് അതിരൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെയും പാർട്ടിയുടെയും മുന്നണിയുടെയും തന്നെ പ്രവർത്തനങ്ങൾക്കെതിരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ CPI സമ്മേളനത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിന്മേൽ പറയുന്നത് തൃശൂരിലെ തോൽവി അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ കേരളത്തിലുടനീളം അലയടിച്ചു. ന്യൂനപക്ഷങ്ങളെ അകറ്റി. LDF കൺവീനറുടെ വാർത്താ സമ്മേളനം, EP ജയരാജന്റെ വാർത്താ സമ്മേളനം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വാങ്ങുന്നതിൽ തിരിച്ചടിയായി തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതിയെ പ്രത്യേകമായി പരാമർശിക്കുന്ന റിപ്പോർട്ടിൽ സാമ്പ്രദായികമായ LDFന്റെ സംഘടനാ രീതികൾ തന്നെ പൊളിച്ചു മാറ്റണമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. 2 വോളിയങ്ങളായിട്ടാണ് സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് CPI അവതരിപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയിലെ ആളുകൾക്ക് വേണ്ടി ഒരു റിപ്പോർട്ടും താഴെത്തട്ട് മുതലുള്ള സമ്മേളന പ്രതികൾക്ക് മറ്റൊരു റിപ്പോർട്ടും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആളുകളുടെ കയ്യിൽ മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത്. റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇങ്ങനെയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. LDFന്റെയും പാർട്ടിയുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചാണ് തൃശൂരിൽ VS സുനിൽകുമാറിന്റെ തോൽവി. ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചു. 5 വർഷത്തോളം സുരേഷ് ഗോപിക്കായി BJP പ്രചാരണം നടത്തിയത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകൾ വാടകയ്ക്കെടുത്താണ്. ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ടുകളടക്കം NDAയ്ക്ക് ലഭിച്ചു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെയും സഹകരണ മേഖലകളിലെയും അഴിമതികൾ തെരഞ്ഞെടുപ്പിൽ ക്ഷീണം ചെയ്തു. ക്ഷേത്രങ്ങളിലും കോളനികളിലും BJP സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ പ്രത്യേക പ്രവർത്തനം നടത്തി. തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദം LDFന് എതിരായി ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം LDF കൺവീനർ EP ജയരാജൻ നടത്തിയ വാർത്താ സമ്മേളനം ന്യൂനപക്ഷങ്ങളെ അകറ്റി. LDF പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായി. ബൂത്ത് കമ്മിറ്റികളിൽ വോട്ട് ചേർക്കാൻ മുൻകൂട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായിട്ടില്ല. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സാമ്പ്രദായികമായിട്ടുള്ള പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തണം. ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് വോട്ട് ചേർക്കണമെന്ന് മുൻകൂട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടികൾ ഉണ്ടായില്ല. ഘടകങ്ങൾ പലതും ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഗൗരവത്തോടുകൂടി കാണണം. തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലുടനീളം BJPക്കാർ കൃത്രിമമായി വോട്ട് ചേർത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള BJPക്കാർ തൃശൂരിലെത്തി പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ കേരളത്തിലെത്തി മതമേല അധ്യക്ഷന്മാരെ കണ്ടതോടുകൂടി ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ സ്വാധീനിക്കാനായി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വ്യവസായികളെ ഭീഷണിപ്പെടുത്തി അതിലൂടെ പണം കണ്ടെത്തി. BJP തെരഞ്ഞെടുപ്പിലുടനീളം വലിയ തോതിൽ പണം ഒഴുക്കി തുടങ്ങിയ കാര്യങ്ങളാണ് സംഘടനാ റിപ്പോർട്ടിന്മേൽ പ്രധാനമായും പറയുന്നത്. BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതികളുടെ വിജയത്തെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ട് LDF സർക്കാരിൻ്റെയും LDF മുന്നണിയുടെയും വീഴ്ചകൾ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തൃശൂരിലെ പരാജയത്തെക്കുറിച്ച് മാത്രമല്ല റിപ്പോർട്ട് എങ്കിലും തൃശൂരിലെ പരാജയം പ്രത്യേകമായി CPIയുടെ അടിത്തറയെ തന്നെ ഇളക്കുന്നതായിരുന്നു. അതുകൂടി എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള CPMനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒട്ടേറെ ചർച്ചകൾ ഈ സമ്മേളനത്തിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന്റെ സൂചന എന്നാണ് സംഘടനാ റിപ്പോർട്ട് മേൽ കരുവന്നൂർ ബാങ്ക് അടക്കം സൂചിപ്പിച്ചിരിക്കുന്നത്. തൃശൂരിൽ CPIയുടെ സീറ്റാണെങ്കിലും LDFന് വലിയ സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളിലെല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് CPMന്റെ നേതാക്കളാണ്, CPM പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് CPMന് കൂടി വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് പരോക്ഷമായി വിമർശിക്കുന്ന സംഘടനാ റിപ്പോർട്ടാണ് ഇപ്പോൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഏതായാലും ജില്ലാ സെക്രട്ടറി KK വത്സരാജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് അവതരണത്തിന് മുന്നോടിയായിട്ടുള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ CPMനെതിരെ CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനെ അടിവരയിടുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അവിടെ ചർച്ചയിലേക്ക് എത്തുന്നത്. ലെവിൻ കെ വിജയനാണ് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.